ചോദിച്ചു വെച്ചു. പിന്നെ എന്താ കുറുക്കുണ്ടാക്കി സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചു, പപ്പ് വേവിക്കാൻ വെച്ചു, സാമ്പാറിലെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചു. ആരാണ് കല്ലി? ഉപ്പിട്ടു. പോയി പല്ല് വെച്ച് തരാൻ മമ്മി. ഊട്ടി പോയി പല്ല് വെച്ച് തരാം. ഊട്ടി പോയി പല്ല് വെച്ച് തരാം. അമ്മ കുടിക്കാന്നാ മോനി ചാപ്പിന്നു അപ്പിക്ക് ചമ്മന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ രണ്ടുപേരും ബ്രഷ് ചെയ്ത് വന്നിട്ട് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. മോന് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്, പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചു, പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരിതും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് താളിക്കണം കേട്ടോ. കടുകിൻ്റെ കൂടെ ഒരു 5-6 ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെണ്ടക്ക ഞാൻ വറുത്താണ് കേട്ടോ ചേർക്കുന്നത്. വറുത്തെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ വെണ്ടക്കയുടെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വറുത്താണ് ചേർക്കുന്നത്. അതേ ചീനച്ചട്ടിയിൽ തന്നെ തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളി എനിക്ക് വേവാതെ നല്ല പോലെ ഉടഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റി ചേർക്കുന്നുണ്ട്. സാമ്പാറിൽ മാത്രമല്ല എന്ത് കറിയിലും തക്കാളി ഇട്ടാൽ എനിക്ക് നല്ലപോലെ അത് ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ 10 രൂപയുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഒരു സാമ്പാർ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കറ്റ് ഫുള്ള് ഇടുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് 1 സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായം തീർന്നിരിക്കുകയാണ്. കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായതിന്. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്തിനാ കുഞ്ഞിൻ്റെ ഡപ്പ? കുഞ്ഞിനെ കൊതു കടിച്ചാ? കൊതുകിനെ ഞാൻ കൊല്ലു. കൊല്ലട്ടെ? കൊല്ലട്ടെ? കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് ഉപ്പുണ്ടോ നോക്കി മോനെ. സാമ്പാർ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പീലിമോള് വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാറിന് ഉപ്പുണ്ടോ നോക്കി. കുഴപ്പമില്ല, അമ്മമ്മല്ലേ എത്തിക്കണം, അമ്മമ്മക്ക് കുഴപ്പമില്ല കേട്ടോ. ഉപ്പുണ്ടോ നോക്കി. പാകണോ? പാകണോ? നല്ലതാണോ? എന്നാ ഒരു ഉമ്മത. പീലിമോൾക്ക് സാമ്പാർ ഇഷ്ടമായിട്ടാ അവൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. ആ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. പീലിമോളെ കുളിപ്പിച്ച് റെഡിയാക്കി അവൾക്ക് ഫുഡും കൊടുത്തു. ഞാനും കുളിച്ച് റെഡിയായി വന്നു. വിളക്ക് കത്തിച്ചിട്ട് ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ പോകണം. അപ്പോൾ പീലിമോളെ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ വൈകിട്ട് വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.
ഇത് നോക്കി ഹായ് പറ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ. ഓ, കൈ വീശി കാണിക്ക്, കൈ വീശി കാണിക്ക്. ഉറക്കെ പറ, ഉറക്കെ പറ ടാറ്റാന്ന്. ഉമ്മ, ഉമ്മ കൊടുക്ക്.